ചെയ്യുന്ന കുറച്ച് ക്രാഫ്റ്റും ജേർണലൊക്കെ കണ്ടാലോ. അതുപോലെ കാലിഗ്രാഫി ജേർണലാണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഡ്രീംസ് ഒക്കെ എഴുതി വെക്കാൻ വേണ്ടി നമ്മൾ മൈ ഡ്രീം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡ്രോയിങ്സ് കളറിങ് ചെയ്തിട്ടുണ്ട്. ഒരു പെയിൻറ്റിങ് രീതി വരുന്നൊരു കളറിങ് ആണ് ചെയ്തിരുന്നത്. പിന്നെ ഒരു അവക്കാഡോ ഷേപ്പിൽ വരുന്ന നമ്മൾ ഒരു സ്റ്റിക്കി നോട്ട് പോലെ ഹോം മെയ്ഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് ഹുക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടു ഡു ലിസ്റ്റ് ഒരു ക്രോഷ് വെച്ചിട്ടിട്ട് ബോയിങ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. ആ ബോ ചെയ്ത് എടുക്കുന്നേ നമ്മൾ ഉടനെ തന്നെ വീഡിയോ ആക്കുന്നതായിരിക്കും, ഷോർട്സിലായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങളായിരുന്നു ചെയ്തിരുന്നത്. അതിൻ്റെ പുറകിലൊരു വൈറ്റ് സാധനം കണ്ടിരുന്നോ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതൊരു സ്കൂൾ ഡേ ടൈം ടേബിളാണ്, ഫോർ ഈവനിങ് ആണ്. നമ്മൾ ഇപ്പോഴേ ഞാനിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു രസമായിരുന്നേ, ഇത് വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാവേ, കാണിച്ചു തരാവേ. ഇതായിരുന്നേ സ്കൂൾ ഡേ ടൈം ടേബിൾ ഫോർ ഈവനിങ് ആണ്. കമ്മിങ് ബാക്ക് ഓൺ 5:50. സ്കൂളിൽ നിന്ന് വരുന്നത് ഞാനൊരു 5-5:30 ആകുമ്പോഴത്തേനും ഒരു കുളിച്ചെല്ലാം കഴിഞ്ഞ് വരുമായിരിക്കുമല്ലോ. ആ ഒരു ടൈം മുതൽ 6 മണി വരെ ഇന്ന് എന്തൊക്കെയാണോ പഠിപ്പിച്ച് അതെല്ലാം പഠിക്കും. കഴിഞ്ഞ് കംപ്ലീറ്റ് ഹോംവർക്ക്സ് ചെയ്യാൻ വേണ്ടി കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 7:40 ആകുമ്പോഴത്തേനും വരും. എന്നിട്ട് പഠിക്കാൻ തുടങ്ങും. അതെപ്പോഴാണോ ഹോംവർക്ക്സ് എല്ലാം ചെയ്ത് കഴിയുന്നത് അത്രയും നേരം വരെ. അത് കഴിഞ്ഞിട്ട് എക്സാംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എക്സാംസിന് വേണ്ടി പഠിക്കുക. അതൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന കുറച്ച് ഹോബീസ്. പിന്നെ കുറേ ഹോബീസ് ഉണ്ട്, ഞാനതൊക്കെ വഴിയെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂള് ഒരു മന്ത് തികച്ചില്ല, 28 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കുറേ ക്രാഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജേർണലാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനതൊരു റെയിനി ഡേയിനെ കുറിച്ചാണ് പോകാൻ പോകുന്നത്. ഞാൻ ഇന്നലെ ചെയ്തിരുന്നു. ഇതായിരുന്നു, അത് പകുതി വരെ ചെയ്തുള്ളൂ. അപ്പോഴത്തേനും പേന തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുതിയ കുറച്ച് എക്സാമിന് വേണ്ടി വാങ്ങിയൊരു പേനയായിരുന്നു ഈ ഒരു ലെക്സിയുടെ പേന. ഈ ഒരു പേന വെച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചു. നല്ലൊരു പേന കേട്ടോ, എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അത് വെച്ചിട്ട് ഈ ഒരു ജേർണൽ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. നമുക്ക് ഈ ഒരു ഡ്രീം വായിക്കുന്നില്ല കേട്ടോ ഞാൻ, അത് നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അപ്പോൾ ഞാനത് വായിക്കുന്നില്ല. എന്തായാലും നമുക്കത് നടക്കുമ്പോൾ ടിക്കിടുന്ന സമയത്ത് ഞാൻ വായിക്കാതെ. പിന്നെ അതേപോലെ ക്രോഷയും പിന്നെ നമ്മുടെ ഒരു ക്രാഫ്റ്റ് വെച്ചിട്ട് ഒരു ബൊക്കെ പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു വലിയ കൊള്ളത്തില്ല, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കൊള്ളാം കേട്ടോ. ഒരു ഡെസ്കിൻ്റെ മണ്ടയിലൊക്കെ വെക്കാൻ വേണ്ടി ഒരു കുഞ്ഞൊരു ബൊക്കെ സൂപ്പറായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതാണ് അകത്ത് ഒരു പൂവാണ്. ഞാനിത് ഒരു എന്തോത്തിനോ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്ത സമയത്ത് ഫ്ലവർ ഉണ്ടാക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ ഫ്ലവർ ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ ഈ ഒരു സാധനം എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അത് വെച്ചൊക്കെ കുറേ സാധനങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഈ ക്രോഷ് വെച്ചിട്ട് ഞാനൊരു ബൊക്കെ പോലെ വെക്കാൻ വേണ്ടി സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസമായിരുന്നേ. അപ്പോൾ നമുക്ക് ഈ ക്രോഷയുടെ വർക്ക്സൊക്കെ നമ്മൾ പുറകാലെ വരുന്നതായിരിക്കും. ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിനാലാണ് വീഡിയോസ് ഒന്നും കാണാത്ത കേട്ടോ. നമുക്ക് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയും. ഈ ഒരു അവക്കാഡോ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ. ബാക്കിയെല്ലാം പ്ലെയിനാണ്, വൈറ്റ് ആണ് എന്നാണ്ടോ. ഒരു ക്യൂട്ടായിട്ട് നമുക്ക് സ്റ്റിക്കി നോട്ട് പോലെ ഒരു എന്തെങ്കിലും വെച്ച് ഒന്ന് ഒട്ടിച്ചെടുത്താൽ അത് സ്റ്റിക്കായി വെച്ചോളും. അതേപോലെ നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ വാളിലായിരിക്കും ഒട്ടിച്ച് വെക്കുന്നത്. വാളിൽ ഒട്ടിക്കാതെ നിങ്ങളുടെ സ്വന്തം ടേബിളിൽ തന്നെ ഒട്ടിക്കാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടെ ഇൻട്രസ്റ്റീവ് ആയിട്ടിരിക്കുക. അപ്പം നമ്മൾ പെട്ടെന്ന് വന്ന് നോക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടൈം ടേബിൾ അവിടെ തന്നെ വെച്ചിരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവേ. നമുക്ക് ആ ജേർണൽ ചെയ്യാവേ. ഈ ഒരു സാധനം കണ്ടോ, ഒരു ക്യൂട്ടായിട്ട് ഞാൻ എടുത്ത ഒരു സാധനം
ഡ്രാഫ്റ്റിൽ ഒരു സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ടായിരുന്നേ, അത് ഞാൻ മറന്നു പോയതാണ്. നെയിം സ്ലിപ്പാണ്, അത് ലാസ്റ്റ് കാണിച്ചു തരാവേ. കണ്ടോ, അതൊരു ക്യൂട്ടായിട്ട് വരുന്നതാണ്. കർസീവ് റൈറ്റിങ്ങിലാണ് കേട്ടോ എഴുതി കൊടുത്തത്. ഓക്കെ, അപ്പം നമുക്ക് റൈറ്റിങ് ചെയ്ത് കൊടുക്കാവേ. ഇപ്പം ഞാൻ സ്പീഡിലാണ് റൈറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് ചോദിക്കും. അല്ലടാ, ഞാൻ സ്പീഡിലൊന്നും കേട്ടോ. ഞാൻ അതേപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഇതായിരുന്നു ഇത്. ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിക്കാതെ. ദ ഹാർഡർ യു വർക്ക് ദ ബെറ്റർ യു ഗെറ്റ്. ഇത് നല്ലൊരു തോട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു കാലിഗ്രാഫി പോലൊക്കെ ഞാനത് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. വളരെയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വർക്കല്ല, സത്യം എനിക്ക് ഒരു മൈൻഡ്ലി തോന്നിയ ഒരു സാധനങ്ങൾ, കുറച്ച് തോട്ട്സൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ പോയി നോക്കും, എന്നിട്ട് നമ്മൾ എഴുതുന്നതാണ്. A few moments later. ഇതാണ് നമ്മുടെ ഔട്ട്ലുക്ക്. നല്ല രസമുണ്ടായിരുന്നേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് യൂട്യൂബ് ചാനൽ, നെയിം ഈസ് Tirtha's channel. Thank you my dear viewers.